magic in the air. I love it in my all air. Ale, 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 feel the magic in the air. I love it in my all air. Ale, 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 feel the magic in the air. Magic System, Red One, Shawty. Comme d'habitude on est calé, comme toujours ça va aller. On te met la gaz à gogo. ഈ പദവിസത്തിൽ ഈ വേദിയെ പുണ്യമാക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട ആധുനികളായ ബേബിനാഥ് പ്രസാദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടുകാർ 10ാം വാർഡിലെ മെമ്പറുമായ Mr. Dominguez, Dr. Xavier, Jacobs Library, President Mr. Joy, എന്നിവരെ ഈ വേദിയിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വേദിയിലിരിക്കുന്ന വിശേഷ വ്യക്തികളായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയറാംദാസ്, നിക്കി സെസിന്റെ എം ഡി നിക്കി, ജേക്കബ് ലൈബ്രറിയുടെ പ്രസിഡന്റ് ജോയി, മറ്റു വിശേഷ അതിഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാട്ടുകാരെ, ഫുട്ബോൾ പ്രേമികളെ, കളിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ, വളരെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് കോസ്റ്റൽ ബേബി ചാമ്പ്യൻഷിപ്പ് ലീഗ്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലീഗ് തുടങ്ങുവാനായിട്ട് വിൻസെന്റിന്റെ നേതൃത്വത്തിൽ, വിൻസെന്റ് അങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്, എടുത്തതിന് ഇങ്ങനെ തീരുമാനമെടുത്ത് ധാരാളം ദിവസങ്ങളുടെ കളി നടന്നു. അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടിയതെല്ലാം ഓർഗനൈസ് ചെയ്തു. ഇന്ന് അതിന്റെ ഫൈനലാണ്. ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായി തുടങ്ങാൻ സാധിച്ചതിന് ഈ ക്ലബിനെയും അതിന്റെ ഭാരവാഹികളായ വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇത് നല്ലൊരു തുടക്കമാണ്. കാരണം കുട്ടികൾ കളിച്ചു പഠിച്ചു വന്നാൽ മാത്രമേ സ്റ്റേറ്റ് ടീമിലും ഇന്ത്യൻ ടീമിലും സന്തോഷ് ട്രോഫിയിലും ഒക്കെ യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ കയറിപ്പിറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എല്ലാവരും അഭിനന്ദിക്കുന്നു, കളിക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇത് ലളിതമായ ഒരു ചടങ്ങാണ്. ഇത് കഴിഞ്ഞിട്ട് 7 മണിക്ക് ബഹുമാനപ്പെട്ട എംപിയും MLAയും ഒക്കെ വന്ന് ഇവിടെ വലിയ ഒരു സമാപന സമ്മേളനവും അവാർഡ് ദാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കളി കണ്ടിട്ട് ഇവിടെ നിൽക്കണം, കളി എല്ലാവരും കാണണം, ആസ്വദിക്കണം, ഈ കുട്ടികളെ എൻകറേജ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഫൈനൽ മത്സരം കോസ്റ്റൽ ബേബി ചാമ്പ്യൻഷിപ്പ് ലീഗ് 2024 മാച്ചിന്റെ ലീഗിന്റെ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കളി തുടങ്ങുവാൻ സമയമായതിനാൽ എത്രയും വേഗം തന്നെ ഇരു ടീമുകളും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിലേക്കായി ഫ്ലാഗ് മാർച്ചിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന് മനോഹരീയമായി അഭ്യർത്ഥിക്കുന്നു.
नमन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। Thank you. Thank you.
എത്തിച്ചേരുക. പ്രദേശത്തേക്ക് എത്രയും വേഗം തന്നെ മൈ പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. തങ്ങളുടെ ഉപകരണങ്ങളുമായി തങ്ങളുടെ വാദ്യ മേളങ്ങളുമായി എത്രയും വേഗം തന്നെ മൈ പോയിന്റിൽ എത്തിച്ചേരുന്നതാണ്. ഗ്രീൻഫീൽഡ് അക്കാദമിയിലെ എല്ലാ പ്ലേയേഴ്സും വോളിബോൾസുള്ള എല്ലാ പ്ലേയേഴ്സും എത്രയും വേഗം തന്നെ മൈ പോയിന്റിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാ പ്ലേയേഴ്സും എത്രയും വേഗം തന്നെ മൈ പോയിന്റിൽ എത്തിച്ചേരുന്നതാണ്. ഡ്രം പ്ലേയേഴ്സ് എത്രയും വേഗം തങ്ങളുടെ ഉപകരണങ്ങളുമായി മൈ പോയിന്റിൽ എത്തിച്ചേരുന്നതാണ്.
ശ്രദ്ധിക്കുക, എത്രയും വേഗം തന്നെ തങ്ങളുടെ ഉപകരണങ്ങളുമായി മൈക്രോയിൽ എത്തിച്ചേരുന്നതാണ്. ഡ്രഗ്സ് കേസിന്റെ പ്രത്യേക ശ്രദ്ധിക്കുക. ചെറുമേഖലയുടെ പ്രത്യേക ശ്രദ്ധിക്കുക, എത്രയും വേഗം തന്നെ തങ്ങളുടെ ഉപകരണങ്ങളുമായി മൈക്രോയിൽ എത്തിച്ചേരുന്നതാണ്. ചെറുമേഖലയുടെ പ്രത്യേക ശ്രദ്ധിക്കുക, എത്രയും വേഗം തന്നെ തങ്ങളുടെ ഉപകരണങ്ങളുമായി മൈക്രോയിൽ എത്തിച്ചേരുന്നതാണ്. Very good. Dale.
നാട്ടുകാരെ, കളിക്കാരെ, കായിക പ്രേമികളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കോസ്റ്റൽ ബേബി ചാമ്പ്യൻസ് ഫുട്ബോൾ ലീഗിൻ്റെ ഫൈനൽ സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്ന് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിനുമുമ്പ് ഞാനും ചില വാക്കുകളുടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് നമ്മുടെ ഉദ്ഘാടനത്തിനും ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ഇതിൻ്റെ ഈ പരിപാടി നമ്മുടെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷവും എത്രയും ഗംഭീരമായി ഒരു പരിധിവരെ ഇത് നടത്തുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വിമർശനങ്ങൾ, കുറച്ച് കുത്തുവാക്കുകൾ അല്ലെങ്കിൽ കല്ലേറുകൾ, അതിനെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഞങ്ങളിവിടെ ഈ ഒരു ഫുട്ബോൾ അക്കാദമി നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ ജോയി സോളമൻ അദ്ദേഹം തരുന്ന മാസം തോറും തരുന്ന ഒരു 7,000 രൂപയും കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന ഫീസും വെച്ചിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ അക്കാദമി ഇവിടെ നടന്നു പോകുന്നത്. പക്ഷെ ഇതിനെല്ലാം വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ആൾക്കാർക്കിടയിൽ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ ചില കുബുദ്ധികൾ നടത്തുന്ന ശ്രമങ്ങൾ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒറ്റ വാക്കിലേ പറയാനുള്ളൂ. ഇന്ന് ഇന്ത്യക്കകത്ത് ഉള്ള നിയമങ്ങൾ നിങ്ങൾക്കറിയാം. വിജിലൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഏജൻസികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ NIA പോലുള്ള ഏജൻസികളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ സത്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും രീതിയിൽ ഈ അക്കാദമി നടത്തുന്നതിലൂടെ ഞങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുന്നു എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അത് കണ്ടുപിടിച്ച് തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞങ്ങൾ അങ്ങോട്ട് തരാൻ തയ്യാറാണ്. അതെനിക്ക് സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ വളരെ റെക്കോർഡാണ്, വീഡിയോ മറ്റു കാര്യങ്ങളിലൊക്കെ റെക്കോർഡാണ്. ഇതുവരെ ഈ നിമിഷം വരെ ഫുട്ബോളിനെ നെഞ്ചിലേറ്റി ലാളിച്ച് കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയി എന്നല്ലാതെ ഈ നിമിഷം വരെ ഫുട്ബോളിന് നിറവില് 1 രൂപ പോലും ഞങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സാധിക്കില്ല. അത് നിങ്ങൾക്കറിയാം, ചിലർക്ക് കുറെ അഡിക്ഷൻസ് ഉണ്ടാവും. ചിലർക്ക് മദ്യപാനം, ചിലർക്ക് കഞ്ചാവ്, ചിലർക്ക് രാഷ്ട്രീയ പ്രവർത്തനം, ചിലർക്ക് സിനിമ, ചിലർക്ക് ഇതേപോലെ സ്പോർട്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അത് ഇതേപോലെ ഫുട്ബോളില് ഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്കറിയാം. ഈ മലപ്പുറം ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവർക്കും ഇതാണ് ഭ്രാന്താണ് ഫുട്ബോൾ. അപ്പൊ ഞാൻ വലിയ ഭ്രാന്തൊന്നും പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷെങ്കിലും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഓവറാകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം വ്യക്തികൾ ഇതിന്റെ പുറകെ നടക്കുന്നു, ഇവര് നേട്ടമില്ലാതെ നടക്കുമോ, ഇങ്ങനത്തെ ചിന്തകള്, അത് എനിക്ക് തോന്നുന്നത് അത് ആ ഒരു ചിന്തയുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് അത്തരം ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ചിന്തകളിലോട്ട് നാം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ചില വ്യക്തികൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് തന്നെയാണ്. ഈ അക്കാദമിയെ നശിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും ഉറക്കമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ മക്കൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ മറ്റൊരു കുട്ടികൾക്കും ഇനി കിട്ടാൻ പാടില്ല. അവരുടെ മക്കളെക്കാളും വേറെ ആരും വലുതാകാൻ പാടില്ല. എന്ത് ചിന്തയാണ്! രണ്ടാമത്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്നോണ്ടുള്ള അസൂയ. അവർ വിചാരിച്ചാൽ 10 കുട്ടികളെ കൂട്ടാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു അക്കാദമി നടത്താൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അസൂയ. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഒപ്പോസിഷൻ ഉള്ളത് നല്ലത് തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും ഒപ്പോസിഷൻ എതിരെ ആൾക്കാരുള്ളപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുന്നത്. പക്ഷേ ഇത്തരം സ്വപ്നത്തിൽ പോലും കാണാത്ത ചില കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട്. കാരണം കുറച്ചെങ്കിലൊക്കെ സത്യവും നീതിയും ദൈവത്തിന്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് സത്യത്തിൽ ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തില് ഞങ്ങളുടെ ഈ ടൂർണമെന്റ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചതിൽ കുറെ വ്യക്തികൾ ഇതിനകത്തുണ്ട്, ഞങ്ങളെ സഹായിച്ച വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ബലം കൊണ്ടാണ് സത്യത്തിൽ ഇത് നന്നായിട്ട് നടന്നു പോകുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്ന് അധ്യക്ഷ
കോസ്റ്റൽ ബേബി ചാമ്പ്യൻസ് ലീഗിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻ ഫാദർ വിൽഫ്രഡ് അവർ. സത്യത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും അദ്ദേഹം തരുന്ന പ്രചോദനം കാര്യങ്ങളെ നോക്കിക്കണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും കാര്യങ്ങളെ സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് നിന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ കാണിക്കുന്ന ആ ഒരു മനോഭാവം തീർച്ചയായിട്ടും വളരെയേറെ ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനം തരുന്ന കാര്യങ്ങളാണ്. സത്യം ഞങ്ങളുടെ ഈ ഉദ്ഘാടന സമയത്തും അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5000 രൂപ എടുത്തിട്ട് പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, എൻ്റെ കയ്യിൽ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്ക് തോന്നുന്നു എടവത്തൂർ ചരിത്രത്തിലെ ഒരു വൈദികരും, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഒരു വൈദികരും സ്പോർട്സിന് വേണ്ടിയിട്ട് ഒരു 1000 രൂപയെങ്കിലും മുടക്കിയത് എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കും. പക്ഷെ അദ്ദേഹം കാണിച്ച ആ ഒരു നല്ല മനസ്സിനും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ എത്രയും ബഹുമാനത്തോടെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ ശശി തരൂർ MP അവർക്കുള്ള അദ്ദേഹമാണ്. എത്തിച്ചേരുമെന്ന് ഞാൻ എത്തിച്ചേരും, അദ്ദേഹം തീർച്ചയായിട്ടും എത്തിച്ചേരും. അത് അടുത്തതായി വിൻസെന്റ് MLA അദ്ദേഹവും എത്തിച്ചേരും. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ശ്രീമാൻ ബേബി മാത്യു സാർ, സഹോദരൻ MD, ഈ കോസ്റ്റൽ ബേബി ചാമ്പ്യൻസ് ലീഗിന്റെ അംബാസിഡർ. സത്യത്തിൽ ഞങ്ങൾ ഏറെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഏകദേശം ഈ ടൂർണമെന്റ് തന്നെ ഏകദേശം 75,000 രൂപയോളം ഞങ്ങളെ തമ്മിൽ സഹായിച്ചു. അപ്പോഴപ്പോഴായിട്ട് ഞങ്ങൾക്ക് ടൈറ്റ് വരുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം ഞങ്ങൾക്ക് വളരെയേറെ ഒരുപാട് ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഇവിടെ നടത്താൻ സാധിച്ചു. അദ്ദേഹത്തിനോട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റും കൂടി ഉള്ളത്, സത്യത്തിൽ ഞങ്ങൾ ഈ അക്കാദമി കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസപ്പെടുന്നു. ഈ കാണുന്ന ആഡംബര ആർഭാടങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര തോന്നും. പക്ഷേ ഒരിക്കലും ഫുട്ബോളിന് അതിൻ്റെതായിട്ടുള്ളൊരു മഹിമയുണ്ട്. അതിന് താഴോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം വേൾഡിൽ കാണുന്ന ഒരു ഫുട്ബോൾ ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ സങ്കല്പം. അത് തന്നെയാണ് ഞങ്ങൾ ഒരു പരിധിവരെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു അക്കാദമി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇന്റേണൽ കാര്യം ഇതിനകത്തുള്ള യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ മാസം തോറും ഒരിക്കലും സാറ് പറഞ്ഞിരുന്നു, ഞാൻ എല്ലാ മാസവും കോച്ചസിന്റെ സാലറി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ എന്ന് സാറ് പറഞ്ഞിരുന്നു. 2 മാസം തരികയും ചെയ്തു. അപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ സന്തോഷത്തോടെ നടത്തി പോയിരുന്നു. പക്ഷെ ഇപ്പൊ ശരിക്കും ഞങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഫലങ്ങളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ 10,000 5,000 ഓരോരുത്തർ ചോദിച്ചു തന്നെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. എത്ര കാലം അവരുടെ മുമ്പിൽ ഇങ്ങനെ കൈകിട്ടുമെന്ന് അറിയില്ല. കഴിയുമെങ്കിൽ സാർ ഓരോ മാസവും ഈ കോച്ചസിന് ശമ്പളം കൊടുക്കാനുള്ള കാര്യം അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. നല്ല രീതിയിൽ ഇതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്തത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ശ്രീമാൻ വിനോദ് ജോസ്. ഞാനുമായി വളരെ അടുപ്പം നിലനിൽക്കുന്ന പോകുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷനുണ്ട്. നല്ല പ്ലെയറായിരുന്നു അറിയപ്പെടുന്നത്, ഒരു ഇന്ത്യൻ പ്ലെയർ. അദ്ദേഹത്തെ അടുത്തതായി ശ്രീമാൻ PB രമേശ്. നിങ്ങൾക്കറിയാം, കേരള സന്തോഷ് ട്രോഫിയുടെ കോച്ചാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ചാണ് KCB കളിക്കുന്നത്. എൻ്റെ സീനിയർ പ്ലെയറാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചത്. വളരെ ജെന്റിൽമാൻ. ഒരു ഫുട്ബോൾ സാധാരണ നിങ്ങൾക്കറിയാം, ഫുട്ബോൾ പ്ലേയേഴ്സ് എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അദ്ദേഹം വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള വളരെ ജെന്റിൽ. ഞങ്ങളെപ്പോഴും പ്ലേയേഴ്സിനിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, രമേശ് ഏട്ടൻ ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടർ ബേസിൽ വളരെ ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യത്തിലും പെരുമാറുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ രീതിയിലേക്ക് സെഷൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ചെയ്യേണ്ടത് നിക്കിസസിന്റെ MD ശ്രീമതി നിക്കി അവരിലാണ്. അവരുടെ നടത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥാപനം ഉള്ളത്. ഞങ്ങൾക്ക് ഈ റിസോർട്ടുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്, നമ്മൾ ഇട്ടിക്കുന്ന കുട്ടികൾ ഇട്ടിക്കുന്ന ജേഴ്സി, നമ്മുടെ അക്കാദമിയുടെ കുട്ടികളിൽ ഇട്ടിക്കുന്ന ജേഴ്സി നമുക്കറിയാം, നിക്കിസസിന്റെ ജേഴ്സിയാണ്. ഈ അക്കാദമി തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്ത് ഈ ജേഴ്സി എല്ലാം സ്പോൺസർ ചെയ്യുന്നത് മറിയ മേഡമാണ്. മേഡത്തിൻ്റെ മകളാണ് ശ്രീമതി നിക്കി.
അതുകൂടാതെ ഈ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ പിന്നെയും മേഡത്തിനോട് സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു 20,000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എനിക്കൊന്ന് 70,000 രൂപയോളം ഞങ്ങൾക്ക് ഈ അക്കാദമിക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ശ്രീമതി നിക്കി മേഡത്തിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഏറ്റവും എനിക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട വ്യക്തി അശോക് സർ. നിങ്ങൾക്ക് എനിക്കൊന്ന് ഒരു തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മുഖം, പക്ഷെ എങ്കിലും അധികം ഓർത്തിരിക്കാൻ സാധ്യമില്ല. നമ്മുടെ ഇവിടെ സ്റ്റാർട്ടപ്പ് മെഷീൻ എന്നുള്ളൊരു പരിപാടി ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പരിപാടി നടന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് നമ്മുടെ ഈ ഗോൾ പോസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. അന്ന് നമുക്ക് വളരെ ചെറിയൊരു ഗോൾ പോസ്റ്റ് ഉള്ളൂ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അന്ന് ഏകദേശം ഒരു 23,000 രൂപയോളം ഞങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് ഈ പോസ്റ്റിന്റെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പോസ്റ്റിന്റെ മെയിൻ്റെനൻസ് എല്ലാം കഴിയുമ്പോൾ ഈ പോസ്റ്റിന്റെ വീലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതെല്ലാം അദ്ദേഹം തന്ന ആ സഹായത്തിന്റെ പുറത്തായിരുന്നു. ഓരോ തവണയും സാറ് ഈ പൈസ തരുന്ന സമയത്തും ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് ഞാൻ അദ്ദേഹത്തെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നോടൊരു താല്പര്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിന്ന് പോകുന്ന സമയത്ത് ഈ പരിപാടി ഫൈനൽ നടക്കുന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങൾക്ക് 1 ലക്ഷം ഉണ്ടെങ്കിൽ ഫൈനൽ നടക്കുള്ളൂ. അത്ര ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ശരിക്കും നാണം കെട്ടുന്നതാണെങ്കിൽ പറയാം. എന്നിട്ടും അദ്ദേഹത്തെ ഞാൻ സമീപിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ കൂടി അദ്ദേഹം ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന ഈ ഫൈനൽ ഇന്ന് ഈ ലെവലിൽ ഇവിടെ നടന്നത്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടൊക്കെ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കിയതാണ്. അദ്ദേഹത്തെയും എത്രയും സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഇടവക സഹവികാരി റവറൻഡ് ഫാദർ സനു മാർത്തോമ അവർ. അദ്ദേഹം ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഫുട്ബോളിനോടൊക്കെ വളരെയേറെ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ആദ്യമായി ആവശ്യപ്പെട്ടത് തന്നെയാണ് ഒരു പെൺകുട്ടികളുടെ ഒരു ഫുട്ബോൾ അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫുട്ബോളിനോട് വളരെ താല്പര്യപൂർവ്വം ഫുട്ബോളിനെ സമീപിക്കുകയും നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒരു ഫുട്ബോൾ കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ലഭിച്ച വ്യക്തിയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ HOD-യാണ് അദ്ദേഹവും. അച്ഛനെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ ഒരു 5,000 രൂപ എന്നിട്ട് പറഞ്ഞു, കൊള്ളാൻ നന്നായിരിക്കുന്നു, എൻ്റെ ഇത്രയുള്ളൂ, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞൊരു 5,000 രൂപ തന്ന് ആണ് ഇത് അവിടുന്ന് പോകുന്നത്. അദ്ദേഹത്തെയും അത്രയും സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീമാൻ ജെറോംദാസ് അവർ, നമ്മുടെ 10ാം വാർഡ് മെമ്പർ. എപ്പോഴും എന്ത് കാര്യത്തിനും നമ്മൾ അദ്ദേഹമായിട്ട് ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, മറ്റാരെക്കാളും താങ്കൾ അങ്ങേക്ക് അറിയുന്നതാണ് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ പ്രവർത്തന രീതികളുമൊക്കെ. ഇവിടുത്തെ മദ്യപിച്ചതിന് ശേഷം ഇവിടെ കുപ്പികളിടുന്നതും പൊട്ടിച്ചിടുന്നതൊക്കെ അങ്ങേക്ക് അറിയുന്നതാണ്. കാരണം അങ്ങനെയും രാവിലെ ഇവിടെ ഓടാനൊക്കെ വരുന്നതാണ്. ഒരു ഹൈമാർട്സ് ലൈറ്റിൻ്റെ കാര്യം ഞാൻ MLA-യോട് സംസാരിച്ചപ്പോൾ MLA പറഞ്ഞത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ സാങ്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ തരാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് വരെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഞാൻ റിക്വസ്റ്റ് കൊടുത്തതാണ് ഈ ഒരു സാങ്ഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹൈമാർട്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഗ്രൗണ്ടിനകത്ത് ഒരു 7-8 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥകൾ വേറെ രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വിഷയം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഹൈമാർട്സ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള സാങ്ഷൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അങ്ങനെ മുൻകൈ എടുത്ത് ചെയ്തു തരണം. അങ്ങനെയാണെങ്കിൽ രാത്രിയും ഇവിടെ കളിക്കാൻ പറ്റും, ഇവിടുത്തെ അനാശാസ്യങ്ങളൊക്കെ മാറിക്കിട്ടും, കുട്ടികൾക്കും വളരെ പ്രചോദനം ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചേരും. അതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. അദ്ദേഹത്തെയും എത്രയും വേഗം ഞാൻ എത്രയും സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സവിശേഷം സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീമാൻ ടി ജോയ്, നമ്മുടെ നാട്ടുകാരെല്ലാം അറിയാം, പഴയ മെമ്പറാണ് കാണുന്നത്. അത് ഞാൻ ഉദ്ഘാടനത്തിനും പറഞ്ഞു.
ഇവിടെ ജേക്കബ്സ് ലൈബ്രറിയിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അക്കാദമി നടന്നിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കുട്ടികളുടെ ഒരു കോച്ചിങ് പരിപാടിയായിട്ട് മുൻപോട്ട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു പരിപാടിയെ, ഈ നമ്മുടെ അക്കാദമിയെ ആ രീതിയിൽ കണ്ടാൽ മതി എല്ലാവരും. അല്ലാതെ അവിടെ ഒരു ക്ലബ്ബ് ഇവിടെ ഒരു ക്ലബ്ബ് എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല. ഈ കുട്ടികൾ തന്നെയാണ് വളർന്ന് വലുതായി കുറച്ച് കഴിഞ്ഞാൽ ജേക്കബ്സ് ലൈബ്രറിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ബഹുമാനായ MP അവർ കടന്നു വരുന്ന അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ, എത്രയും ബഹുമാനത്തോടെ, എത്രയും സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സദസ്യം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇത്രയും ബഹുമാന്യനായ, ഇത്രയേറെ തിരക്കുകൾക്കിടയിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ശ്രീമാൻ ശശി തരൂർ MP അവരുടെ എത്രയും സ്നേഹത്തോടെ, എത്രയും ബഹുമാനത്തോടെ ഈ അക്കാദമിയുടെ നടത്തിപ്പ് സത്യത്തിൽ ഈ ഒരു ബാക്ക് ബോൺ നട്ടൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരും എനിക്ക് പറയാം. മറ്റൊന്നും വേറൊരുത്തത്തിലല്ല, ഒഫീഷ്യൽ സ്ഥാനത്തു നിന്നല്ല, സാമ്പത്തികമായിട്ട് എല്ലാ മാസവും നമുക്കൊരു 7,000 രൂപ തരുന്നതുകൊണ്ട് മാത്രമാണ് ഈ അക്കാദമി ഇന്ന് നടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് തന്നെയാണ് ഈ അക്കാദമി നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ അക്കാദമിയിലൊപ്പം നിർത്തി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും എത്രയും സ്നേഹത്തോടെ, എത്രയും ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സദൃശം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്ത് നമ്മുടെ NKSSന്റെ ഷെഫ് അദ്ദേഹം, അതുമായിട്ട് എപ്പോഴും കുട്ടികൾക്ക് ജേഴ്സീസ് നമ്മുടെ മരിയ ജേക്കബ് മാം സ്പോൺസർ ചെയ്യുമ്പോഴും അദ്ദേഹമാണ് ഇവിടെ വന്ന് കുട്ടികളെ ഹാൻഡ് ഓവർ. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സദൃശം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മുടെ ബഹുമാന്യനായ വാത്മീകിയും എന്താ പറയുക, നമ്മുടെ ഉച്ചാരണങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ പുതിയ പുതിയ വാക്കുകൾ കൊണ്ട് അമാനമാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ MPയെ നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഇവിടെ നമ്മുടെ കോവളത്തെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ട് 4ാമതും അദ്ദേഹം വളരെയധികം ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് മുന്നേറിയത്. അപ്പോൾ എന്തായാലും ഞാൻ കൊച്ചുകുട്ടികൾക്ക് വരെ അദ്ദേഹത്തിനെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലായി പരിചയപ്പെടുത്തില്ല. ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ എന്താ പറയുക, ആ ഒരു മഹനീയ സാന്നിധ്യം കിട്ടിയതിൽ തന്നെ ഞങ്ങൾ ഗ്രീൻഫീൽഡ് അക്കാദമി എന്ന നിലയ്ക്ക് വളരെയധികം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. സാറിന് 2 വാക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട എല്ലാ വേദിയിൽ സഹകരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ടൂർണമെന്റ് നടത്തിയ എല്ലാ സംഘടനാ ശക്തിയുള്ള ഓർഗനൈസേഴ്സ്, നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികളെ, ഫുട്ബോൾ കളിക്കാരെ, എല്ലാവർക്കും വലിയ വിനീതമായ നമസ്കാരം. ഞാൻ വലിയ സന്തോഷം നിങ്ങളുടെ ഇടയിൽ എത്തിയത്. എൻ്റെ ആഗ്രഹമായിരുന്നു ഈ മാച്ചിന്റെ കുറച്ചൊരു ഭാഗങ്ങളും കാണാണ്. പക്ഷെ എത്താൻ താമസമായി പല ചടങ്ങുകളുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ മാച്ച് കഴിഞ്ഞു എന്ന് കേട്ടു. പക്ഷെ ജയിച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ്, നന്നായി കളിച്ചവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെല്ലാവരും അറിയണം, എപ്പോഴും ജയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഏത് സ്പോർട്ടിന്റെ ചരിത്രത്തിൽ. വിജയവും പരാജയവും സ്പോർട്ടിന്റെ ഭാഗം തന്നെയാണ്, അതിനെക്കുറിച്ചൊരു സംശയവുമില്ല. ഇന്ന് ജയിച്ചവര് വെൽ പ്ലേഡ്, നന്നായി ചെയ്തു എന്ന് പറയാം. ഇന്ന് തോറ്റവരോട് പറയാം, അടുത്ത തവണ നിങ്ങൾ ജയിക്കുമായിരിക്കും. അപ്പൊ സ്ട്രോങ് ആയി നിൽക്കൂ, ശ്രമിച്ചുകൊണ്ടിരിക്കൂ, കളിച്ചുകൊണ്ടിരിക്കൂ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ അവസരം വരും. അതിന് നമുക്ക് ആ ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാവും. ഫുട്ബോൾ കളി നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ തീരദേശത്തെ പല കുട്ടികളും ഫുട്ബോൾ കളിയിൽ അവരുടെ കഴിവ് കാണിച്ചിട്ട് കേരളത്തിന് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ട് അടക്കം കളിച്ചിട്ട് പ്രസിദ്ധമായിട്ടുണ്ട്. ഫുട്ബോൾ കേരളത്തിന്റെ ഒരു വലിയൊരു ശക്തിയാണ്. കേരളത്തിന് ഓരോ ടീമുകൾ, നമ്മളുടെ തൊട്ടടുത്ത കോവളം ഫുട്ബോൾ ക്ലബ് ഇപ്പോൾ നമ്മുടെ തീരദേശത്തിന്റെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഒരു ടീമാണ്. അവര് പോയിട്ട് കൊച്ചി ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രസിദ്ധപ്പെട്ട ഫുട്ബോൾ ടീമിനെ തോൽപ്പിച്ചു. ആ തോൽപ്പിക്കാൻ സാധിച്ച തന്നെ അവരുടെ ശ്രമം, അവരുടെ കഴിവ്, അവരുടെ കഠിന പ്രവർത്തനം ഇതുകൊണ്ട് മാത്രമാണ്. ദൈവം തരുന്ന എല്ലാ കഴിവുകൾക്കും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട്, അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമം എപ്പോഴും ഉണ്ടാവണം,
പ്രാക്ടീസ് എപ്പോഴും ഉണ്ടാവണം. നന്നായിട്ട് നിങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങളുടെ ദേഹത്തിനെയും മനസ്സിനെയും തയ്യാറാക്കിയിട്ടാണ് കളിക്കേണ്ടത്. കുട്ടികളോട് ഒന്ന് രണ്ടും കൂടി കാര്യങ്ങൾ പറയാം. ഒരു കളിയിൽ എപ്പോഴും ടീം സ്പിരിറ്റ് അത്യാവശ്യമാണ്. നമ്മൾക്ക് ഒറ്റയ്ക്ക് കളിക്കാനല്ലല്ലോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്, ഒരു ടീമിന്റെ ഒപ്പം ആ ടീമിനെ ജയിപ്പിക്കാനാണ്. അപ്പൊ നമ്മളുടെ കളിയിലത്തെ ഗുണം നമ്മുടെ സ്വന്തം കഴിവ് മാത്രമല്ല, മറ്റേവരെ സഹായിക്കാനും ഒരു ബോൾ ശരിക്ക് പാസ് ചെയ്യാനും, ചിലപ്പോൾ നമുക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ആഗ്രഹമായിരിക്കും, പക്ഷെ ആ അവസരത്തിൽ നമ്മളെ ചെറുക്കാൻ മറ്റേവർ നിൽക്കുന്നു. നേരെ മറിച്ച് വേറൊരു കളിക്കാരന് കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ടൊരു വഴിയുണ്ട് ഗോൾ അടിക്കാൻ, അദ്ദേഹത്തെ ബോൾ ഇട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് ടീം സ്പിരിറ്റ്. ഒരു ടീമിന്റെ വിജയമാണ് നമുക്ക് പ്രാധാന്യം, നമ്മളുടെ എത്ര ഗോൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല. മറ്റേത് ലീഡർഷിപ്പ്, നേതൃത്വം. എങ്ങനെയാണ് ഒരു ടീമിനെ നമ്മൾ നയിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതില് നമ്മുടെ ഓരോരോ കളിയിലും നമുക്ക് കാണിക്കേണ്ടി വരും. ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. ക്രിക്കറ്റിൽ പല വിധത്തിന്റെ നേതൃത്വം ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓരോരോ ക്യാപ്റ്റന്മാരുടെ സ്റ്റൈല് വേറെ വേറെയാണ്. ചിലവർ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആ ഊർജയും എപ്പോഴും തുറന്നു കാണിക്കും. ചിലവർ കൂളായി നിൽക്കും, ഒന്നും കാണിക്കാതെ അവരെല്ലാ വിധത്തിലും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകും. ചിലവര് ബാക്ക് സ്റ്റേജിൽ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കും. ചിലവര് മുമ്പിൽ കാണിച്ചിട്ടില്ലെങ്കിലും മറ്റേ കളിക്കാരെ ഒരു ശക്തി കൊടുക്കും. നിനക്ക് നല്ല കഴിവുണ്ട്, നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഗുണങ്ങളും ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നമ്മുടെ സ്പോർട്സ് വഴിക്ക് നന്നായിട്ട് നമ്മളിതിനെ വികസിപ്പിക്കാൻ സാധിക്കും, നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിലും നമ്മുടെ ടീമിൻ്റെ ഒരു കാര്യത്തിലും. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. സ്കൂളിൽ പോകാനും പഠിക്കാനും ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ ആവശ്യമുണ്ട്, അതൊന്നും വേണ്ട വയ്ക്കരുത്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മുടെ ദേഹത്തിനെ ഇളക്കി നല്ലോണം ഓടി നടന്ന് ശക്തിയായി നിന്ന് പ്രവർത്തിച്ച് കളിച്ച് നമ്മുടെ കഴിവിനെ എല്ലാ വിധത്തിലത്തെ അതിൻ്റെ പൊട്ടൻഷ്യലിനെ, അതിൻ്റെ സാധ്യതകളെ നമ്മൾ ഫുള്ളാക്കി പൂർണ്ണമാക്കി അതിനെ ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹം. അപ്പൊ ഇന്ന് കളിച്ച എല്ലാ കുട്ടികൾക്കും ഒരിക്കലും കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ കൺഗ്രാറ്റുലേഷൻസ്. ജയിച്ചവർക്ക് പ്രത്യേകിച്ച് ഈ ട്രോഫി കിട്ടാൻ പോകുന്നവർക്ക് ഒരിക്കലും കൂടെ നല്ല വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എല്ലാവർക്കും എന്നെ ക്ഷണിച്ച് നന്ദി പറയട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച് എം പി ശേഷത്തിൽ സർ. അടുത്തതായി നമുക്ക് യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അധ്യക്ഷനാണ് ആദ്യമായി പ്രസംഗിക്കാനായിട്ടുള്ള അവസരം കൊടുക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം പിക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഭീമാപള്ളിയിലേക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. ആയതിനാലാണ് നമ്മൾ അദ്ദേഹത്തിനെ ക്ഷണിച്ചത്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ഗോഫോർട്ട് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഡോക്ടർ ശശി തരൂർ അവറുകൾ, അംബാസഡർ ശ്രീ ബേബി മാത്യു, മറ്റ് വിശിഷ്ട അതിഥികളെ, സംഘാടകരെ, കായിക പ്രേമികളെ, വളരെ സന്തോഷവും അഭിമാനവും നന്ദിയും മാത്രമേ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നമ്മുടെ ഡോക്ടർ ശശി തരൂർ അവറുകൾ വീണ്ടും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നേർന്നു കൊള്ളുകയാണ്. നമ്മുടെ നാട്ടിലെ ഗ്രീൻ ഫീൽഡ് അക്കാദമി സംഘടിപ്പിച്ച ഈ കോസ്റ്റൽ ബേബി ലീഗ് എന്ന ഈ ഒരു ടൂർണമെന്റ്, അതിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ പ്രഗത്ഭരായ ഇന്ത്യൻ പ്ലെയറും അത് ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വലിയൊരു
പ്രോത്സാഹനവുമാണ്. അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയും എൻ്റെതായ എല്ലാ അനുമോദനങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഗ്രീൻഫീൽഡ് അക്കാദമി നമ്മുടെ ഈ നോട്ടീസ് വഴി നമ്മളെ അറിയിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യമായിട്ട് 12 വയസ്സിന് താഴെയുള്ള കളിക്കാർക്കായിട്ട് ഈ ഒരു കോസ്റ്റൽ ബേബി ലീഗ് ടൂർണമെന്റ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഈ കുത്തുവാക്കും കുത്തുമൊക്കെ അതിന്റെ പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല. അതെല്ലാം ഒരു പുതിയ സംരംഭത്തിന്റെ ആ ഒരു തുടക്കത്തിലും ഇതൊക്കെ വളരെ സാധാരണമാണ്. ഇപ്പൊ ഞാന് നമ്മുടെ ഈ ഒരു ടൂർണമെന്റിന്റെ ആ ഒരു ഉദ്ഘാടന ദിവസം, ആദ്യ ദിവസം മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ ഒരു കൊച്ചുകുട്ടി അന്നുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആ കൊച്ചുകുട്ടി ഇപ്പോഴും ഇവിടെയുണ്ട്. ഫുട്ബോൾ എന്നത് ആ കുട്ടിയെക്കാളും വലുതാണ്. പക്ഷേ ആ മകന് അത് തട്ടി കളിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രചോദനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ബേബി ലീഗ് ടൂർണമെന്റ് തന്നെയാണ്. ഈ പറഞ്ഞ ആ കുട്ടിയെക്കാളും മുതിർന്ന ഈ കളിക്കാരുടെ ഈ ഒരു കളിയും പ്രകടനവും ഒക്കെ കണ്ട് പ്രചോദനമായതിന്റെ ആ ഒരു തെളിവാണ് ആ മകൻ ഇപ്പോഴും ആ ഫുട്ബോൾ അവിടെ തട്ടിക്കളിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കുക. ഈ കുട്ടികൾക്കായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് ഒപ്പം നൽകുന്ന പരിശീലനമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഈ പറഞ്ഞ തടസ്സപ്പെടുത്തുന്നവര്, കുത്തുവാക്കുകൾ പറയുന്നവർ, അതവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അതവരുടെ സ്വഭാവമായിരിക്കാം. പക്ഷെ അതിന്റെ പിന്നില് നിങ്ങൾ പോകേണ്ടതില്ല, അതിനെ ഓർത്ത് വേദനിക്കേണ്ടതില്ല, പിന്നോട്ട് പോകേണ്ടതില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഈ പറഞ്ഞ MP അദ്ദേഹം നല്ലൊരു സ്പോർട്സ്മാനാണ്. അതിന്റെ സ്പിരിറ്റ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം തന്നെ വലിയൊരു ഉണർവാണ്. അതുപോലെ അംബാസിഡർ ബേബി മാത്യു സാർ എപ്പോഴും കൂടെയുണ്ട്. ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷന്റെ അത് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലും വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നില് ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ കുട്ടികളുടെ ആ ഒരു കായിക വാസന വളർത്തിയെടുക്കുന്ന കാര്യത്തില് നിങ്ങളുടേതായ ആ ഒരു മുന്നോട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് അത് മുന്നോട്ട് തന്നെ പോകട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തില് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെ ഏപ്രിൽ 14-ാം തീയതി തുടങ്ങിയ ഈ ബേബി ലീഗ് എന്ന ടൂർണമെന്റ് ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നു. ആ സംഘാടകർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും നമുക്ക് എൻ്റെ ഒരു ആശയമാണ്, നമ്മുടെ ഇടവകയില് ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അവരെല്ലാവരും അവരുടേതായ നിലയില് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു. അപ്പൊ അവരുടെ ഭാരവാഹികളെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരു ഏകോപനം കൊണ്ടുവരാനായിട്ട്, ഒരു കുടക്കീഴില് പ്രവർത്തിക്കുന്ന ഈ കായിക മേഖലയായിട്ട് മാറ്റാനായിട്ട് ആഗ്രഹമുണ്ട്. ആ ഒരു പ്ലാന് മുന്നോട്ടുണ്ട്. ഈ പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച അതിന്റെ മീറ്റിംഗ് വിളിച്ചിരുന്നു. പക്ഷേ നമ്മുടെ വിൻസെന്റിന്റെ ഫാദർ നിര്യാതനായതുകൊണ്ട് അത് മാറ്റിവെച്ച്. അതുകൊണ്ട് തന്നെ ഉണ്ടാവും ആ ഒരു ഏകോപനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഇടവകയിലെ ഈ കായിക വികസനത്തിനും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഏറ്റു പറയുകയാണ്. ഒപ്പം ബഹുമാനപ്പെട്ട MP-യോട് ഒത്തിരിയേറെ കളിക്കാർ ഇവിടെയുണ്ട്. ഫുട്ബോൾ കളിക്കാർ മാത്രമല്ല, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, അതുപോലെയുള്ള ഒത്തിരിയേറെ കായിക പ്രതിഭകളായിട്ടുള്ള യുവാക്കന്മാര്, കുട്ടികള് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്തുണ്ട്. അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി തരാൻ കഴിയും. അവിടെ നല്ലൊരു കോർട്ട് ഈ പറഞ്ഞ കളികൾക്കായിട്ട് അത് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. ഒപ്പം സാറ് ഇവിടെ ഒരു ഹൈമാസ്റ്റ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ
അതെ അതെ, ഈ പറഞ്ഞ അത് ലൈറ്റ് പ്രകാശിക്കാതെ ഒരുപാട് കാലമായി ഇവിടെ വളരെ പ്രശസ്തമായ ഒരു മേഖലയാണ്. അത് പലരും വന്നു പോകുന്ന സ്ഥലമാണ്. അക്കാര്യം കൂടി സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആവശ്യമായ ഈ ഒരു ക്രമീകരണം കൂടി ചെയ്ത് തന്നെ ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും കളിക്കാരെയും എല്ലാം ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി ആവശ്യപ്പെടും. താങ്ക് യു സർ. ചേർന്ന എല്ലാ തിരക്കുകൾക്കിടയിലും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീമാൻ MP സാറിന് പൊന്നാട് അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം കൂടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, അതിൽ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, നമ്മുടെ മൊമെന്റ് നൽകാനായി അധികാരിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എംപിയുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ സത്യത്തിൽ ഇവിടെ വന്നതുകൊണ്ട് അല്ല, ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ അച്ഛനും പറഞ്ഞൊരു കാര്യം, ഒരു ഹൈമാക്സ് ലൈറ്റിന്റെ കാര്യം, അതെങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് സാധ്യമാക്കി തരണം. കാരണം ഗ്രൗണ്ടിനകത്ത് മദ്യപിച്ചതിന് ശേഷം കുപ്പിയൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കൺസിഡർ ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം ദൈവത്തിൽ. ബിനു ജോസ് അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബാക്കി വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സുഹൃത്ത് രമേശ്, പ്രിൻസിപ്പൽ ഫുട്ബോൾ അക്കാഡമിയുടെ ഈ ബേബി ലീഗ് ഒരു മാസം മുമ്പ് ഞാനിവിടെ വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലും ഗംഭീരമായിട്ട് സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാദൃശ്യമായി മഴയും കാലാവസ്ഥയും കാരണം മുടങ്ങി. വീണ്ടും ഈ ഫൈനലിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഈ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ കളികൾ, ലീഗുകൾ കളിച്ച് തന്നെയാണ് ഞാനും ഇവിടം വരെ എത്തിയത്. അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കളിക്കുന്ന ഈ ഫുട്ബോൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് അത് എഫേർട്ട് ഇട്ട് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളുടെ പാഷനിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കോച്ചസ്, നിങ്ങളുടെ പാരൻസ് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇനി വലിയൊരു അവസരമാണ് കാത്തിരിക്കുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എനിക്കും രമേശിന് വരാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്.
ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ടാലൻറ്റിനെ സ്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നും ഈ രണ്ട് ടീമും ഞാൻ ഒരിടത്തും കാണാത്ത ഒരു സ്പിരിറ്റാണ് രണ്ട് ടീമും കളിച്ചിരിക്കുന്നത്. ഒരു ടീം ജയിച്ചു, ഒരു ടീം തോറ്റു. എന്നാലും രണ്ട് ടീമിൻ്റെ ആ സ്പിരിറ്റ് അത് കീപ്പപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ടാലൻ്റ് ഉണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് രമേശ് കേരള ടീം കോച്ചാണ്. അദ്ദേഹം പലയിടത്ത് പോകുമ്പോഴും കളിക്കാരെ സ്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് വലിയൊരു ഇതാണ് കാര്യം. പുതിയൊരു ലീഗ് വരികയാണ്, സൂപ്പർ ലീഗ് കേരള. ഇപ്പോൾ 6 ഫ്രാഞ്ചൈസിയാണ്. ഇനി അത് 10 ഫ്രാഞ്ചൈസി ആവും, 12 ആവും, 14 ആവും. അപ്പോൾ നിങ്ങളെ പോലുള്ള കളിക്കാർക്ക് അവസരം കൂടുകയാണ്. അത് ഡിസ്ട്രിക്ട് വൈസ് തന്നെയാണ്. നമുക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. നാളെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ടീമുണ്ട്, നാളെ ട്രിവാൻഡ്രത്ത് തന്നെ 2 പ്രൊഫഷണൽ ടീം വരും. അപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൂടുകയാണ്. ഒരുപാട് യൂത്ത് ലീഗുകൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ മുതലെടുക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്ന് ഫൈനലിൽ കളിച്ച 2 ടീമുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു വിനീത് സർ. അടുത്തതായി ശ്രീ ടി. റെസ്പെക്റ്റഡ് ഗസ്റ്റ്, ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കളി ഞാൻ നല്ല രീതിയിൽ വാച്ച് ചെയ്തു. എനിക്ക് ഇച്ചിരി നേരം കളി കാണാൻ പറ്റില്ലോ എന്നുള്ളൊരു വിഷമമാണ്. കാരണം കളി തുടങ്ങാഴ്ച ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നല്ല രീതിയിൽ കളി ഫുള്ളും കാണാൻ പറ്റിയില്ല. നിങ്ങൾ 2 ടീമും ബെസ്റ്റ് കളിയായിരുന്നു. ഓരോ പ്ലേയേഴ്സും എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഒരു മെൻറ്റാലിറ്റി, മൈൻഡ് സെറ്റ് ഈ ഏജിൽ നിങ്ങളത് കാണിക്കുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. പിന്നെ അതേപോലെ എനിക്ക് ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് റെസ്പെക്റ്റും എനിക്ക് ഇന്ന് വിൻസെന്റിനോടാണ് പറയേണ്ടത്. കാരണം വിൻസെന്റ് ഇതിന്റെ ബാക്കിൽ എനിക്ക് അറിയാൻ പറ്റുന്നത് വിൻസെന്റ് ഫാദർജി 1 വീക്ക് ബിഫോർ എങ്ങാണ്ടും മരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ലീഗ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ ഡെഡിക്കേഷൻ അത് നമ്മൾ എല്ലാവരും പുള്ളിക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ നമ്മൾ സാധാരണ വലിയവരുടെ കളികൾ പലയിടത്തും നടക്കുന്ന കാണാം. പക്ഷെ ഇതേപോലെ കൊച്ചുകുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് അവരെ ഫ്യൂച്ചർ പ്ലേയേഴ്സായി മാറ്റുന്ന വേദികൾ കുറവാണ്. ഞാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് കണ്ടോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതിൽ ഒരു പ്ലെയറിനെ ഞാൻ ഈവൻ സബ് ജൂനിയർ സ്റ്റേറ്റ് ക്യാമ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ട്, അപ്പം പുള്ളിയെ ഒന്ന് ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും ബെറ്ററാണ്. അപ്പം അതേപോലെ മാത്യു സാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നാലേ ഇങ്ങനത്തെ ഇവൻറ്റ്സ് നടക്കത്തുള്ളൂ. അപ്പം എസ്പെഷ്യലി നമ്മുടെ വിൻസെൻറ്റും മാത്യു സാറിനും പ്രത്യേകിച്ച് എൻ്റെ ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ പിന്നെ അതേപോലെ നമ്മുടെ എല്ലാ സപ്പോർട്ടും, നമ്മുടെ അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടും, ഗ്രൗണ്ടും അത്രയും കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം നടത്തുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ പ്ലെയേഴ്സ് ഭാവിയിൽ നല്ല ടോപ്പ് പ്ലെയേഴ്സ് ആവാൻ വേണ്ടി നിങ്ങൾ ഡ്രീം ചെയ്യണം, സ്വന്തമായിട്ട് ബിലീവ് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റും. കഴിഞ്ഞ ഡിസ്ട്രിക്ട് കളിച്ച പ്ലെയേഴ്സ് ഇതിലുണ്ട്, സബ് ജൂനിയർ ഡിസ്ട്രിക്ട് കളിച്ച 1-2 പ്ലെയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. മെയിൻലി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ റോൾ മോഡലായിട്ട് കാണുക, അതേപോലെ ആവാൻ നോക്കുക. അതേപോലെ കോച്ചസ് ഇവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് കുറയ്ക്കണം. നമ്മൾ നമ്മുടെ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ പ്രോസസ്സ് 100% ആവുക. ഓൾവേസ് തിങ്ക് ഫസ്റ്റ് ഫോർ ദ പ്രോസസ്, ദ റിസൾട്ട് വിൽ കം. ഓക്കെ, താങ്ക് യു. താങ്ക് യു രമേഷ് ജി. അടുത്തതായി നമ്മുടെ നിക്കേസ് നെസ്റ്റ് MD മാം നിക്കേസ് മാമിനെ ഹാർദവമായി 2 വാക്ക് സംസാരിക്കുന്നതിനേക്കായി ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഐ തിങ്ക് കുട്ടികൾ നല്ലപോലെ കളിച്ചിട്ട് ക്ഷമ കെട്ടിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഈ ഒരു 21st സെഞ്ച്വറിയിൽ കുറേ എഡിക്ഷൻസ് ഉള്ള ഒരു സമയത്ത് ദാറ്റ് ഈ ഒരു ഹെൽത്തി ഹോബി ദാറ്റ് യോൾ ഹവ് ടേക്കൺ അപ്പ്, അതിനെനിക്ക് തോന്നുന്നു സ്വയം ഒരു വലിയൊരു കൈയടി നിങ്ങൾക്ക് തന്നെ അടിക്കണം ഫോർ ഓൾ ഓഫ് യോർ ഫോർ ടേക്കിംഗ് ദിസ് അപ്പ്. ആൻഡ് താങ്ക് യു. ദാറ്റ് ഭയങ്കര സന്തോഷമാണ് ഫോർ അസ് ടു ബി പാർട്ട് ഓഫ് എ ഹെൽത്തി പ്രൊമോഷൻ. സോ താങ്ക് യു വിൻസെന്റ്. ആൻഡ് വിൻസെന്റിനും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത്രയ്ക്കും അമ്മയാണ് ആക്ച്വലി കൂടുതൽ ഇൻവോൾവ്മെന്റ് ഈ ഒരു ഫുട്ബോൾ ആക്ടിവിറ്റിയിൽ. പക്ഷെ നമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഐ ഹാവ് കം. സോ ഞാൻ കണ്ടെടുത്തോളം വിൻസെന്റ് ഓടി നടന്ന് എല്ലാം അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു. സോ വിൻസെന്റിനും ഐ ഫീൽ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് for encouraging the students and the children here. Thank you.
ആദ്യമായി നമുക്ക് നമ്മുടെ സേവിയർ ജോർജിന് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ടൂർണമെന്റ് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത വിൻസെന്റിനും പിന്നെ അതിനുവേണ്ട വിൻസെന്റ് മാത്രമല്ല, വിൻസെന്റിന്റെ കൂടെ ഒത്തിരി ജൂനിയേഴ്സ് ഒരുപാട് പേരുണ്ട്. പലരും കുറെ പേരൊക്കെ എനിക്ക് അറിയാം, പിന്നെ ഒത്തിരി ജൂനിയേഴ്സ് ഉണ്ട്. അവരൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ജൂനിയേഴ്സും വിൻസെന്റിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. വിൻസെന്റിനെ പോലെ തന്നെ നമ്മുടെ ബേബി സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ കളിക്കുന്ന കാലം മുതലേ നമ്മുടെ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബേബി സാറാണ്. ഞങ്ങൾ ജയഗ്രസ് ലൈബ്രറി ടൂർണമെന്റ് നടത്തിയാലും ഇവിടെ ടൂർണമെന്റ് നടത്തിയാലും നമ്മൾ ആ കൂടെ പണ്ട് മുതലേ പിരിവിന് പോകുന്ന സാറിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പൊ പണ്ട് മുതലേ 10-20 വർഷം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം നമ്മുടെ ബേബി സാർ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാമത്തില് ഒരുപാട് പേര് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടിപ്പോയ ഒരുപാട് പേരുണ്ട് പല ഡിപ്പാർട്ട്മെന്റിലും. ഞാനിപ്പോ യൂണിവേഴ്സിറ്റി കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായിട്ട്. അപ്പൊ അത് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ജോലി കിട്ടിപ്പോയിട്ടുണ്ട്, പല മേഖലയിലുണ്ട്. ഈ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ജോലി കിട്ടിയിട്ടുള്ളത്. ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ളത് കൂടുതലും പേര് ഫുട്ബോൾ കളിച്ച് തന്നെയാണ്. അപ്പം ഈ പുതിയ കുട്ടികളും നിങ്ങളും അതേപോലെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഞങ്ങള് കളിക്കുന്ന സമയത്ത് ഇത്ര നല്ല ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും എൻ്റെ വീട് പാലത്തിന്റെ അവിടെയാണ്. എന്നാലും നമ്മൾ അത്രയും ദൂരം നടന്നു വന്ന് ഇവിടെ നിന്ന് കളിച്ചിട്ട് തിരിച്ചു പോകും. ഇപ്പം കുറച്ചും കൂടെ വാഹന സൗകര്യമൊക്കെ ഉണ്ട്, അച്ഛനമ്മമാരെ കൊണ്ടൊക്കെ വിടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഫേവറബിൾ കണ്ടീഷനാണ്. അപ്പൊ അത് നന്നായിട്ട് ടേക്കപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്ലബ്ബുകളുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടല്ല, എല്ലാം തമ്മിൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ അച്ഛൻ അത് ഒന്ന് പോസിറ്റീവായിട്ട് എടുത്ത് എല്ലാവരെയും കൂടെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് നല്ല രീതിയിൽ പോയാൽ നമ്മുടെ നാട്ടിന് അതുകൊണ്ട് ഭയങ്കര ഗുണമുണ്ടാവും. ഇവിടെ നിന്ന് കളിച്ചു പോയ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് നല്ലൊരു മീറ്റിംഗ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ലൊരു സ്ട്രക്ചർ ആവണം. അത്രയ്ക്ക് ടാലൻസ് വേദിയിലിരിക്കുന്ന അതിന്റെ ഗുരുക്കന്മാരെ, ഈ കോസ്റ്റൽ ബേബി ലീഗിന്റെ ഇതിനെ സംഘടിപ്പിച്ച വിൻസെന്റിനും അതിന്റെ സഹപ്രവർത്തകർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ മനോഹരമായ ഈ കടൽ തീരത്ത് നമ്മുടെ ഈ കൊച്ചുമക്കളും വളരെ മിടുക്കന്മാരായി നല്ല രീതിയിൽ കളിച്ച് വളർന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചെറിയ ദുശീലങ്ങൾ മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ബേബി സാറും നിക്കിനേസിന്റെ MD നിക്കിയും മറ്റ് കായിക പ്രേമികളും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നല്ല മനോഹരമായിട്ടാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. പല സമയത്തും ഞാനും വന്ന് ഇതിനെ വൃത്തിയാക്കാറുണ്ട്. സോമേരത്തിന്റെയും റാവൻകൂറിന്റെയും മണൽത്തീരത്തിന്റെയും ജോലിക്കാരാണ് ഇവിടെ നിന്ന് ഇത് വൃത്തിയാക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛനോടാണ്. ഒരു മാസം നമ്മൾ ഈ പള്ളിയിൽ ചടങ്ങുകൾ ചെയ്യും, നല്ലതാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു മാസം ഒരു ദിവസം നമ്മുടെ യൂത്തിനെ കൊണ്ട് ഈ മനോഹരമായ തീരം ഒന്ന് വൃത്തിയാക്കണമെന്ന് എനിക്ക് വളരെ അച്ഛനോട്, ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കൂല, അച്ഛൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് നല്ല മനോഹരമായിട്ട് കിടക്കുകയാണ്, ഇങ്ങോട്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ സഹായിക്കാം. അതുകൊണ്ട് അച്ഛൻ ഇതൊരു ഞങ്ങളുടെ ഒരു എളിയ വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നല്ല രീതിയിൽ എടുക്കുക. ഇതിന് വേണ്ടുന്ന എല്ലാ ജനക്കൊണ്ട് കഴിയുന്ന പ്രോത്സാഹനം ഞാൻ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഐറ്റോട്ടർ MD മിസ്റ്റർ ജോയിയെ 2 വാക്ക് സംസാരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ,
സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ഇരു ടീമുകളിലെയും കളിക്കാരെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സംഘടിപ്പിച്ച ഗ്രീൻഫീൽഡ് അക്കാഡമിയുടെ എല്ലാ സംഘാടകരെയും, പ്രത്യേകിച്ച് ശ്രീമൻ വിൻസെന്റിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. വിൻസെന്റിനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും 10 വർഷം മുന്നേ കാര്യങ്ങളെ കാണാനുള്ള ഒരു ദീർഘവീക്ഷണമുണ്ട്. ഈ മുന്നിലിരിക്കുന്ന 10-12 വയസ്സുള്ള കുട്ടികളെ അടുത്ത 10 വർഷത്തിന് അപ്പുറത്തേക്ക് സ്റ്റേറ്റ് പ്ലേയേഴ്സായിട്ടും നാഷണൽ പ്ലേയേഴ്സായിട്ടും കാണാനുള്ള കഴിവ് അവർക്കുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ആളുകൾ പല കാര്യങ്ങളും പറയും അവരുടെ അറിവില്ലായ്മയിൽ നിന്നും. അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട, അതിൻ്റെ പിന്നാലെ പോകണ്ട. നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ടോക്കിൻ്റെ പിന്നാലെ പോകണ്ട. അതവർ സംസാരിച്ചോട്ടെ. ചില ആളുകൾക്ക് തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഈഗോ ഹേർട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്ന് അവർ തന്നെ കണ്ടെത്തും. അത് 10 പേരോട് പോയി നെഗറ്റീവ് പറയുമ്പോഴാണ് അവർക്കത് കിട്ടുക. അത് അവരുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. നമ്മൾ അതിനെക്കുറിച്ച് വറിയാകേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വളർച്ച വന്നുകൊണ്ടേയിരിക്കും. ഈ അക്കാഡമി ഒത്തിരി നല്ല കളിക്കാരെ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ പല ലെവലുകളിൽ കളിക്കുന്ന കളിക്കാർ ഈ അടിമലത്തിൽ നിന്നും മറ്റ് കോസ്റ്റൽ വില്ലേജസിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ ഈ ദീർഘവീക്ഷണത്തോടുകൂടി, ഈ എനർജിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒത്തിരിയേറെ തിരക്കുണ്ട്. ഒരുപാട് പരിപാടികൾ നമ്മളിലേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം അതിനോടൊപ്പം ആ പരിപാടികളൊപ്പം ഞങ്ങളെ മറക്കാതെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്ന എന്നെ അവരുടെ സ്വാഗതം ചെന്നുകൊണ്ടേ ഞാനത് കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യം എന്താണ് എന്നൊക്കെ തന്നെ പറഞ്ഞല്ലോ. അതിന് ചുക്കാൻ പിടിച്ചതും അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തോടാണ് ഞങ്ങളെല്ലാം കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ക്യാഷ് വാങ്ങിച്ച് തന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടി ഗംഭീരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇത്രയേറെ തിരക്കിനിടയിലും നമ്മുടെ നാടിനോടുള്ള, ഈ അക്കാദമിയോടുള്ള, ഇതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹത്തെയും പ്രതി നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസിൽ എത്തിച്ചേർന്ന് ബഹുമാനപ്പെട്ട MLA അവരുടെ എത്രയും സ്നേഹത്തോടെ, എത്രയും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ചെറിയൊരു കാര്യം കൂടി ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്, നമ്മുടെ ഈ അക്കാദമിയുടെ, ഗ്രീൻഫീൽഡ് ഫുട്ബോൾ അക്കാദമിയുടെ രക്ഷാധികാരിയായി ഇനിയുള്ള കാലം ബഹുമാനപ്പെട്ട അച്ഛന്, ബഹുമാനപ്പെട്ട അച്ഛനെന്ന് മാത്രമല്ല, ഇനി ആര് ഇടവകയിൽ വരുന്നോ അവരെ ഇതിൻ്റെ രക്ഷാധികാരിയായി തുടരും എന്നുള്ളൊരു പ്രഖ്യാപനം. അത് അച്ഛനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ അക്കാദമിയുടെ ഹെഡ് എന്ന് പറയുന്നതിന് അച്ഛന്മാർ തന്നെയായിരിക്കും. മീൻസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇടവക വികാരിയായിരിക്കും. ഇനിയുള്ള കാലം ഏതെങ്കിലും അച്ഛൻ വന്നാലും അവർ തന്നെയായിരിക്കും തുടരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ അക്കാദമി നടന്നു പോകുന്നത് ഞങ്ങളൊരു 4-5 പേരുടെ കയ്യിൽ മാത്രമല്ല. ഞങ്ങൾ ഈ പാരൻസിനെ തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്തൊരു 9 മെമ്പേഴ്സ് ഉണ്ട്, ബോർഡ് മെമ്പേഴ്സ്. അതിൽ തന്നെ 2 കാഷ്യർമാരുണ്ട്. അവരാണ് ഇപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായിട്ട് കൂടി അച്ഛനെ നമ്മൾ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയാണ്. ഒരു പ്രഖ്യാപനമായിട്ട് ഇവിടെ ഞാൻ നടത്തുകയാണ്. അച്ഛൻ്റെ പെർമിഷൻ കൂടി തന്നെയാണ്. രണ്ടാമത്, ഈ അക്കാദമിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബോബി സാറിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തോടും ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിരുന്നു. സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കാദമിയുടെ ഇനി ഡയറക്ടർ ശ്രീമൻ ബോബി മാത്യു സാറും തന്നെയായിരിക്കും. ശ്രീമൻ ബോബി മാത്യു സാറിന് ഈ ഡയറക്ടർ സ്ഥാനത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ പൊന്നാടിയിട്ട് ബഹുമാനപ്പെട്ട ഇടവക വികാരി സ്വീകരിക്കുന്നതായിരിക്കും.
നമ്മുടെ വിൻസെന്റ് MLA അദ്ദേഹം വളരെയധികം വിൻസെന്റ് MLA ഹാർദവമായി ക്ഷണിച്ചു. ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ വൈകി വന്നതിലുള്ള ഒരു ക്ഷമയാണ് ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കുന്നത്. ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് വന്നത്. 7 മണിക്ക് മുമ്പായി എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് എല്ലാം കൊണ്ട് ഇവിടെ എത്താൻ വൈകി. ഞാൻ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തീർന്നു പോകരുതേ, ഞാൻ വരുന്നതിന് മുമ്പ് പ്രോഗ്രാം തീർന്നു പോകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. എന്തായിരുന്നാലും ഒരു പുതിയ സംരംഭമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്, ബീച്ച് ബേബി ലീഗ്. അത് എനിക്ക് തോന്നുന്നു കോസ്റ്റൽ ബേബി ചാമ്പ്യൻസ് ലീഗ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തീരദേശങ്ങൾ ധാരാളം ലീഗുകൾ ഉണ്ടെങ്കിലും അതിന് കോസ്റ്റൽ ബേബി ചാമ്പ്യൻസ് ലീഗ് അടിമലത്തറയിലാണ്. ഇതിന്റെ പേറ്റന്റും അടിമലത്തറയ്ക്ക് തന്നെയാണ്. എന്തായിരുന്നാലും അച്ഛന്റെ രക്ഷാധികാരത്വത്തിൽ ഈ ലീഗ് നന്നായി മുന്നോട്ട് പോകട്ടെ. ശ്രീ ബേബി മാത്യു ഡയറക്ടറായി ഇരിക്കുന്നതും ഈ ലീഗിന് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ നാടിന്റെ മുഴുവൻ പിന്തുണയും ഈ സംരംഭത്തിനുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വൈകി എത്തിയതിനുള്ള ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു MLA ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരക്കിന്റെ കാരണമാണ് അദ്ദേഹം വരാൻ താമസിച്ചത്. ഓക്കെ, അടുത്ത ബെസ്റ്റ് പ്ലെയർ ജഫാറിൻ, നീരോടിയുടെ ജഫാറിനെ ബെസ്റ്റ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കുന്നു. ബെസ്റ്റ് പ്ലെയർ ജഫാറിൻ നീരോടി. മിസ്റ്റർ രമേഷ് സാർ ട്രോഫി നൽകുന്നതിലേക്ക്. ബെസ്റ്റ് ടീം PSC പൂന്ത്ര ജോയി സാറിനെ ക്ഷണിക്കുന്നു. ജോയി സാർ ട്രോഫി കൊടുക്കുന്നുണ്ട്. ജോയി. ബെസ്റ്റ് പ്ലെയർ ജഫാറിൻ നീരോടി. ജഫാറിൻ രമേഷ് സാർ ട്രോഫി നൽകുന്നത്. രമേഷ് സാർ. അടുത്തതായി നമ്മുടെ 2 പ്രധാനപ്പെട്ട ട്രോഫി വിത്ത് ക്യാഷ് പ്രൈസിന് വേണ്ടിയിട്ടാണ്. അടുത്തതായി റണ്ണേഴ്സ്
dans nos mambo. Mon ami, si tu as le niveau